കേസസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഏതൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതിന് മുന്നേ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനിഷ്യൽ ബേസിക് ഫേസിബിൾ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? യൂസിങ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് ഓർ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതിയാകും. ബെറ്റർ വൺ വാം ആണ്. ദെൻ നിങ്ങൾ ആ കിട്ടിയ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യണം യൂസിങ് മോഡി മെത്തേഡ് ഓർ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഈ മെത്തേഡിൽ യു ആൻഡ് വി വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, CIJ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അലോക്കേറ്റഡ് സെൽസിന് വേണ്ടിയിട്ട്, പിന്നെ അൺഅലോക്കേറ്റഡ് സെൽസിന് വേണ്ടി PIJ വാല്യൂസും കണ്ടുപിടിക്കണം. ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനും മോഡി മെത്തേഡും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സെപ്പറേറ്റ് വീഡിയോസ് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇനി നമ്മൾ ഡയറക്റ്റ്ലി സ്പെഷ്യൽ കേസസ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ്. 4 സ്പെഷ്യൽ കേസസാണ് നമ്മൾ നോക്കുന്നത്. പ്രൊഹിബിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, മാക്സിമൈസേഷൻ ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആൻഡ് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. സോ ആദ്യം നമ്മൾ നോക്കുന്നത് പ്രൊഹിബിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഓക്കെ, പ്രൊഹിബിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന F1, F2, F3 എല്ലാം ഫാക്ടറീസ് ആണ്. ഈ ഫാക്ടറീസിൽ നിന്നും വെയർ ഹൗസസ് W1, W2, W3യിലേക്ക് ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ F1 എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്നും W1 എന്ന് പറയുന്ന വെയർ ഹൗസിലേക്ക് പ്രോഡക്റ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻക്രീ ചെയ്യുന്ന കോസ്റ്റാണ് 2. അപ്പോൾ അകത്തുള്ളതെല്ലാം കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒറിജിൻസ് ആണ്, ഇതെല്ലാം ഡെസ്റ്റിനേഷൻസ് ആണ്, ഇതെല്ലാം സപ്ലൈ ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ഡിമാൻഡാണ്. നമ്മുടെ അകത്ത് സെല്ലിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂസും കോസ്റ്റാണ്. ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം, ഒരു സെല്ലിൽ നമുക്ക് വാല്യൂ ഇല്ല അല്ലെങ്കിൽ കോസ്റ്റ് അവിടെ കൊടുത്തിട്ടില്ല. കാരണം പ്രൊഹിബിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് റീസൺ കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്ക്ഡൗൺ, അല്ലെങ്കിൽ സ്ട്രൈക്ക്, ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് റീസൺസ് കൊണ്ട് അവിടെ ബ്ലോക്ക് ആവുകയും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രൊഹിബിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ഇമ്പോസിബിൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയും. അപ്പോൾ ഇവിടെ F3യിൽ നിന്നും W3 എന്ന് പറയുന്ന വെയർ ഹൗസിലേക്ക് പ്രോഡക്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇമ്പോസിബിൾ ആണ്. കാരണം അവിടെ എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് റീസൺ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ഈ എവിടെയാണോ നമുക്ക് ഈ പ്രൊഹിബിഷൻ വരുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ഇമ്പോസിബിലിറ്റി വരുന്നത് അവിടെ നമ്മൾ കോസ്റ്റിനെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലാർജ് കോസ്റ്റായിട്ട് എന്ന് പറയുന്നൊരു കോസ്റ്റിനെ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാം. എവിടെയാണോ പ്രൊഹിബിഷൻ വരുന്നത് അവിടെ ലാർജ് കോസ്റ്റായിട്ട് എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ എന്നോ നമുക്കിവിടെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാം. ഞാനിവിടെ എന്ന് പറയുന്ന ഒരു ലാർജ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തിൽ വാമിലൂടെയാണ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലൂടെയാണ് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. വാം ചെയ്യുമ്പോൾ നമുക്ക് പെനാൽറ്റീസ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. എഗെയിൻ ഇവിടെ 2 മൈനസ് ചെയ്ത് 0 എഴുതരുത് പെനാൽറ്റി. ഏറ്റവും ചെറിയ നമ്പർ 2 ആണ്, അതിൻ്റെ തൊട്ട് സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ ഇസ് 3. സോ 3 മൈനസ് 2 ദാറ്റ് ഇസ് 1. അപ്പോൾ 1 ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് റോയുടെ പെനാൽറ്റി. സെക്കൻഡ് റോയുടെ 2 മൈനസ് 1 ദാറ്റ് ഇസ് 1. സോ ഇതുപോലെ ഓരോ റോയ്ക്കും ഓരോ കോളത്തിനും പെനാൽറ്റീസ് കണ്ടുപിടിക്കുക. സോ ഇതിൽ ഹയസ്റ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന 2 ആണ്. ഈ ഒരു റോ വേണം നമ്മളിത് കൺസിഡർ ചെയ്യാനായിട്ട്. ഈ റോയിൽ ഏറ്റവും ചെറിയ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1ൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. ഇവിടെ 20 ആണ്, ഇവിടെ 40 ആണ്. സോ ദാറ്റ് നമുക്ക് 20 അലോക്കേഷൻ പോസിബിൾ ആണ്. ഇവിടെ റിമൈനിങ് 20 കാണും. സോ ഇവിടെ ഞാൻ 20 അലോക്കേറ്റ് ചെയ്യുന്നു. 20 അലോക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കോളം ക്യാൻസൽ ആവും. ബാലൻസ് ഇവിടെ 20. റിമൈനിങ് കോളം ആൻഡ് റോസ് വെച്ചിട്ട് സെക്കൻഡ് ലെവൽ ഓഫ് പെനാൽറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുവാണേ. ഇവിടെയുള്ള പെനാൽറ്റീസ് എല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ
ഈ എം വരുന്ന അല്ലെങ്കിൽ ലാർജ് കോസ്റ്റ് വരുന്നിടത്തുള്ള പെനാൽറ്റി എങ്ങനെയാകും? ഇത് ലാർജ് കോസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ M-3 ആയിരിക്കും ഇവിടുത്തെ പെനാൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് പെനാൽറ്റി എം വരുന്നത് തന്നെയായിരിക്കും. സോ ഇവിടുത്തെ പെനാൽറ്റി എന്ന് പറയുന്നത് M-3. ഹയസ്റ്റ് പെനാൽറ്റി വരുന്നത് ഈ ഒരു റോയിലാണ് 3 എമ്മും. ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 3 ആണ്. നമുക്ക് അലോക്കേഷൻ പോസിബിൾ 15, 20. സോ 15 നമുക്കിവിടെ അലോക്കേറ്റ് ചെയ്യാം. ഇത് ക്യാൻസലാവും. ഇവിടെ റിമൈനിങ് ബാക്കി 5 ആണ്. ബാക്കിയുള്ള സ്റ്റെപ്സ് കൂടെ ഞാൻ ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള ഫൈനൽ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. സോ ഫൈനൽ ടേബിൾ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇവിടെ വരുമ്പോഴത്തേക്കും 3 × 10, 2 × 15, ദെൻ 1 × 20, 3 × 15 ആൻഡ് 5 × M. സോ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 125 + 5M എന്നാണ്. ഓക്കെ, സോ എം നമ്മൾ വേരിയബിളിലൊന്നും നമ്മൾ മാറ്റേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഈ ഫൈനൽ ടേബിൾ വെച്ചിട്ട് ബാക്കി നിങ്ങൾ മോഡി മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് അപ്ലൈ ചെയ്ത് അത് ഒപ്റ്റിമൽ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ പ്രൊഹിബിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് അസ്യൂം ചെയ്യുവാണ് ചെയ്യുന്നത്. എവിടെയാണോ നമുക്ക് പ്രൊഹിബിഷൻ കാണിച്ചിരിക്കുന്നത് അവിടെ നമ്മുടെ ലാർജ് കോസ്റ്റായിട്ട് അസ്യൂം ചെയ്യുന്നു. എം അല്ലെങ്കിൽ ഡെൽറ്റ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയറാണ്. ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഇഫ് ഇറ്റ് ഇസ് ആസ് ഫോർ ഒപ്റ്റിമാലിറ്റി ചെക്ക് ഉണ്ടെങ്കിൽ അത് ബാക്കി നിങ്ങൾ ബോഡി മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്പെഷ്യൽ കേസ് പ്രൊഹിബിറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. മാക്സിമൈസേഷൻ്റെ കേസിൽ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് മാക്സിമൈസ്ഡ് ഫോമിലായിരിക്കും. അതിന് നമ്മൾ ആദ്യം മിനിമൈസേഷൻ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹയസ്റ്റ് കോസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുക, അതിനെ ബാക്കിയുള്ള കോസ്റ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുക. എക്സാമ്പിൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇതിനുള്ളിലുള്ള കോസ്റ്റ് നമ്മൾ നോക്കുക. അകത്തെ കോസ്റ്റിലുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 90 ആണ്. ഓക്കെ, അപ്പോൾ ഈ 90 ആണ് ഇവിടുത്തെ ഹയസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ 90യെ നമ്മൾ ഓരോ സെല്ലിൽ നിന്നും മൈനസ് ചെയ്യണം. 90ൽ നിന്നും ഈ ഓരോ കോസ്റ്റ് വാല്യൂസ് മൈനസ് ചെയ്യുക. അതായത് ഇവിടുത്തെ സെല്ല്, അതായത് ഇവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 90 - 15. അപ്പോൾ ഫസ്റ്റ് 15 മാറിയിട്ട് 75 ആയി റീപ്ലേസ്ഡ് ആവും. ദെൻ 90 - 51 ദാറ്റ് ഈസ് 39 ആകും. ഇവിടെ 90 - 42 ദാറ്റ് ഈസ് 48. ഫോർത്ത് വൺ 90 - 33 57. ഇങ്ങനെ ഓരോ സെല്ലിലും ചേഞ്ച് വരും. ഇതായിരിക്കും മോഡിഫൈഡ് ടേബിൾ. ഇതിൽ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനും കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന വാമിലാണ് കേട്ടോ, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതിൻ്റെ കോസ്റ്റിലെ ചേഞ്ച് നോക്കിയാൽ അറിയാം. 15 ആയിരുന്നു 75 ആയി, 51 ആയിരുന്നു 39 ആയി, 42 ആയിരുന്നു 48 ആയി, 33 ആയിരുന്നു 57 ആയി, ദെൻ 81 ആയിരുന്നു അതിവിടെ 9 ആയി, 60 ആയിരുന്നു 30 ആയി. സോ എല്ലാ കോസ്റ്റും ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ വാം മെത്തേഡിലൂടെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ അലോക്കേഷൻസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത് ഡിപ്പെൻസ് ഓൺ മാർക്കാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ സോൾവ് ചെയ്യുക. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ മോഡി മെത്തേഡ് യൂസ് ചെയ്ത് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ ഇതാണ് മാക്സിമൈസേഷൻ സ്പെഷ്യൽ ടൈപ്പ്. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. നേരത്തെ ചെയ്ത 2 സ്പെഷ്യൽ കേസിലും ബാലൻസ്ഡ് പ്രോബ്ലം ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അത് രണ്ടും, അതായത് സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ് ആയിരുന്നു. അത് സെപ്പറേറ്റ്ലി ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല. സാധാരണ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യാനായിട്ട് കിട്ടുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് അത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മീൻസ് ഡിമാൻഡിൻ്റെ ടോട്ടൽ ഈക്വൽ ടു സപ്ലൈയുടെ ടോട്ടൽ എന്നാണ്. ഓക്കെ, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാം സപ്ലൈ ആണ്, താഴെ കാണിച്ചിരിക്കുന്ന എല്ലാം ഡിമാൻഡാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ അഡീഷൻ അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. സോ ഈ ഒരു പ്രോബ്ലത്തിൽ
സപ്ലൈ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 160യും ഡിമാൻഡ് എത്രയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 130യുമാണ് കിട്ടുന്നത്. സോ ഈക്വൽ അല്ല. സോ ഡിമാൻഡ് ഡസ് നോട്ട് ഈക്വൽ ടു സപ്ലൈ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നമുക്കവിടെ ഈക്വൽ ആയിട്ട് വന്നിട്ടില്ല. അതിൻ്റെ ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് സപ്ലൈ എന്ന് പറയുന്ന 160 ആണ്, ഡിമാൻഡ് എന്ന് പറയുന്ന 130 ആണ്. അപ്പോൾ 160 ആണ് ഹയസ്റ്റ് നമ്പർ അല്ലേ. അപ്പോൾ 160 ആയിട്ട് ഇത് മാറണമെങ്കിൽ 130 മാറണമെങ്കിൽ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 30 ആണ്. സോ നമുക്കിവിടെ ഷോർട്ടേജ് വന്നിരിക്കുന്നത് ഒരു 30യുടെ ഷോർട്ടേജാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അല്ലേ. അതായത് ഇവിടെയുള്ള ഓരോ കോളമാണ് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു 30 കൂടെ നമുക്ക് വന്നാൽ മാത്രമേ 160 ആകത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡമ്മി റോ അല്ലെങ്കിൽ ഡമ്മി കോളം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇപ്പം ഡമ്മി ഡെസ്റ്റിനേഷനാണ് നമുക്കിപ്പോൾ വേണ്ടത്. കാരണം ഇവിടെയാണ് നമുക്ക് ലാക്ക് വന്നത്. ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു കോളത്തിൻ്റെ ഇതിലാണ് നമുക്കൊരു 30യുടെ കുറവ് വന്നത്. അത് നികത്താനായിട്ട് നമുക്ക് ഒരു ഡമ്മി കോളം കൂടെ നമുക്ക് വരയ്ക്കേണ്ടതായിട്ട് വരും. ഇനി ഇൻ കേസ് നമുക്ക് കുറവ് വന്നത് സപ്ലൈയിലാണെങ്കിൽ, അതായത് ഈ റോ വൈസിലുള്ളതിലാണ് നമുക്കൊരു 30ൻ്റെ കുറവ് വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, ഒരു ഡമ്മി റോ ആയിരിക്കും നമ്മൾ വരയ്ക്കേണ്ടിയിരുന്നത്. സോ ഇവിടെയുള്ള പ്രോബ്ലത്തിൽ നമുക്ക് കുറവ് വന്നിരിക്കുന്നത് ഒരു 30യുടേത് ഡമ്മി ഡെസ്റ്റിനേഷനിലാണ്. ഇവിടെയാണ് ഒരു 30 വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡമ്മി ഒരു കോളം കൂടെ നമുക്ക് വരച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഡമ്മി കോളം കൂടെ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡമ്മി ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. 30 എന്ന് പറഞ്ഞാൽ ആ ഒരു നമുക്ക് എത്രയാണോ ലാക്ക് അല്ലെങ്കിൽ ഷോർട്ടേജ് വന്നത് ആ ഒരു വാല്യൂം കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. രണ്ടിൻ്റെയും നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് 160 വരുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഈ കോസ്റ്റ് നമ്മൾ എന്ത് എഴുതുമെന്നാണ്. കാരണം ഇതൊരു ഡമ്മി കോളമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ആഡ് ചെയ്യുന്നതാണ്. അവിടെ ശരിക്കും അവിടെ ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ കോസ്റ്റ് എല്ലാം നമ്മൾ 0 ആയിരിക്കും കൊടുക്കുന്നത്. കോസ്റ്റ് വാല്യൂസ് ഇവിടെ ഉള്ളതെല്ലാം 0 ആണ്. സോ ഇനി അടുത്ത വാം മെത്തേഡിലൂടെ വോഗൽസ് അപ്രോക്സിമേഷനിലൂടെ ബാക്കി ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ്. വോഗൽസ് അപ്രോക്സിമേഷനിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത ഫൈനൽ ടേബിളാണിത് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, നമ്മൾ ഡമ്മി കോളം ക്രിയേറ്റ് ചെയ്തതിൽ ഒരു 0യുടെ കോസ്റ്റിൻ്റെ അവിടെ 30 അലോക്കേഷൻ വന്നു. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 30 യൂണിറ്റ്സ് ആർ ലെഫ്റ്റ് അൺഡിസ്പാച്ച്ഡ് എന്നാണ്. അത് F2 എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ ഡിസ്പാച്ച് ചെയ്യാനായിട്ട് ഒരു 30 യൂണിറ്റ്സ് പെൻഡിങ് ആണ്. അത് ഇതുവരെയും ഡിസ്പാച്ച് ചെയ്തിട്ടില്ല എന്നുള്ള മീനിങ് ആണ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 1150 ആണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. സോ ഇതാണ് നമ്മുടെ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ സെയിം മോഡി മെത്തേഡ് യൂസ് ചെയ്ത് ഒപ്റ്റിമാലിറ്റി വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഫോർത്ത് സ്പെഷ്യൽ കേസ്, മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ. മോഡി മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ PIJ വാല്യൂസ് കണ്ടുപിടിക്കാറുണ്ട്. PIJ ഈസ് ഈക്വൽ ടു UI പ്ലസ് VJ മൈനസ് CIJ. അപ്പോൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് അൺഅലോക്കേറ്റഡ് സെൽസിന് വേണ്ടി കണ്ടുപിടിക്കുന്നത്. അതിൽ നമുക്ക് 0 എന്ന് പറഞ്ഞിട്ട് വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അവിടെ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാം നമുക്ക് നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ അത് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഏതെങ്കിലും വാല്യൂ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ റീച്ച് ആയിട്ടില്ല, വീണ്ടും സെയിം പ്രൊസീജിയർ നമ്മൾ പിന്നെയും ചെയ്യേണ്ടതാണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡി മെത്തേഡ് ടെസ്റ്റ് ഫോർ ഒപ്റ്റിമാലിറ്റി നമ്മൾ ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അൺഅലോക്കേറ്റഡ് സെൽസിനെ കണ്ടുപിടിക്കുമ്പോൾ അതിൽ വാല്യൂസ് 0 ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതാണ് 4 സ്പെഷ്യൽ കേസസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്.